മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ടു. അവര് നല്ല പ്രതികരണമാണ്, അന്വേഷിക്കുമെന്ന് പറഞ്ഞു. നല്ല രീതിയിലാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. പിന്നെ സിപാസിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, ഈ സാറിനെയും കണ്ടു. സാറിനെ ബിന്ദു മാഡം വിളിച്ചു വരുത്തി നമ്മളോട് സംസാരിച്ചു. അവർ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. എന്ത് വീഴ്ച ഉണ്ടെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അതുപോലെ തന്നെയാണ്, വളരെ അനുഭവമായിട്ടാണ് സംസാരിച്ചത്, വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത്. പോലീസ് അന്വേഷണത്തിൽ ഞങ്ങളെ പരിപൂർണ തൃപ്തരാണ്. അവരെ എന്തോ ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ കാര്യമായിട്ട് ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത്. ഹോസ്പിറ്റലിലുള്ള അനാസ്ഥ വളരെയായിരുന്നു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, പിന്നെ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ള, ഇത് രണ്ടുമാണ് ഞങ്ങൾ മാഡത്തിനോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെ ചോദിച്ചറിഞ്ഞു, കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അദ്ദേഹം. ഉവ്വ, പ്രൈവറ്റ് ആംബുലൻസ് വൈകിയെന്നല്ല, അതിനകത്തൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ആംബുലൻസിലാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. പ്രൈവറ്റ് ആംബുലൻസ് ആയിരുന്നു. 108-ലല്ല, നഴ്സിംഗ് സ്റ്റാഫ് കാണുമല്ലോ, ഇതാരുമില്ല. ഇത് പ്രൈവറ്റ് വരുമ്പോഴേക്കും അതില്ലായിരുന്നു. അപ്പൊ അത് അവരുണ്ടായിരുന്നവരെങ്കിൽ കൂടിയും നമ്മുടെ കുഞ്ഞിനെ, അതാ പറഞ്ഞത്, അപ്പൊ 108-ലാണെന്നവര് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു. അപ്പൊ വന്ന വഴിക്കോ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുവാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. അതിനറിയത്തില്ലാത്ത 2 സ്റ്റാഫുകളായിരുന്നു എന്റെ കുഞ്ഞിന്റെ കൂടെ ഇരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ലാതായത്. മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർണമായ ഇതാണ് പറഞ്ഞത്. അന്വേഷിച്ച് എല്ലാ ഇതും വിളിച്ചത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടായിരുന്നു അദ്ദേഹം. ഒരു എൻക്വയറി കമ്മീഷനെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ 3 കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള മൊഴി അല്ലാതെ ബാക്കി എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അതിന് 2 ദിവസത്തിനകത്ത് ബിന്ദുവാണത്തിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, വെച്ചു എന്ന് പറഞ്ഞു. തൃപ്തരാണ്. അല്ല, സിപാസ് എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെന്റ് ബോഡിയാണ്. ഇവരുടെ കോളേജ് സിപാസ്, സെന്റർ ഫോർ പ്രൊഫഷണൽ, അങ്ങനെ ഒരു സ്ഥാപനമാണ്. അന്നേരം അവര് ഇപ്പം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടില്ല, എന്റെ കുഞ്ഞിന്റെ അവസ്ഥയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നേരം വരുമ്പോഴല്ലയോ നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളുടെ മുഖാന്തരം ഇത് കാര്യങ്ങൾ എല്ലാവരും വെളിയിൽ അറിഞ്ഞില്ലേ. അപ്പൊ ഇതിനു മുന്നേ ഒരു കുഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ സംവിധാനം ഉണ്ടായെന്ന് അറിഞ്ഞിരുന്ന വരികയും ഈ ഒരു വീഴ്ച ഉണ്ടാവില്ലായിരുന്നു. ഇനി നമുക്ക് ഇനിയിപ്പോ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് കിട്ടില്ല, അത് നമുക്കറിയാം, അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊന്നു. പക്ഷെ ഇതുപോലെ ഒരു അവസ്ഥ, അല്ലെ ഇതുപോലെ വന്ന് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നവരൊരവസ്ഥയിൽ വേറൊരു പേരൻസും വരരുത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്.